നടക്കുന്ന ഒരു ദിവസമായിരിക്കും. എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നടുക്കം മാറാതെ രാജ്യം. ഇന്നലെ ഉച്ചകഴിഞ്ഞ് അഹമ്മദാബാദിലുണ്ടായ ആകാശ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം മുക്തമായിട്ടില്ല. 265 പേരാണ് അപകടത്തിൽ ആകെ മരിച്ചത്. 241 യാത്രക്കാരും ബാക്കി പ്രദേശവാസികളും. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കും. ഉദ്യോഗസ്ഥ സംഘം ഇന്നും പരിശോധന തുടരും. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ആദ്യം ചേരുകയാണ്. രാഗേഷ്, ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം ഇപ്പോൾ 265 മരണമാണ് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ആ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നതാണ് നമ്മളെയൊക്കെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന, ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോഴും ഈ വലിയ ദുരന്തം, ഈ ആകാശ ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഈ നിമിഷം വരെയും നമുക്കൊരു വ്യക്തതയില്ല എന്നതാണ് വാസ്തവം. ഇന്നത്തെ ഒരു പകൽ അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമായിരിക്കും പ്രധാനമായും നടക്കുക. അതിലൊരു വ്യക്തത ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങളിലേക്ക് ആദ്യം. രാജ്യം കണ്ട ഏറ്റവും വലിയ ആകാശ ദുരന്തങ്ങളിലൊന്നായി മാറുകയാണ് അഹമ്മദാബാദിലേത്. കാരണം 265 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 242 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ ഒരാളൊഴികെ 241 പേരും മരിച്ചു. ഇതുകൂടാതെ 24 പേർ കൂടി മരിച്ചിട്ടുണ്ട്. ഇതാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം വരുന്നത്. കാരണം ഇന്നലെ മെഡിക്കൽ കോളേജ്, BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലാണ് വിമാനം പതിക്കുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു ഭാഗം ഈ ഹോസ്റ്റലിൽ തുളച്ചു കയറിയിരിക്കുന്നതും ബാക്കി മറ്റു ഭാഗങ്ങൾ കത്തി അമർന്നുമൊക്കെ തന്നെ കണ്ടതാണ്. അപ്പോൾ വിമാനത്തിൽ ഉണ്ടായിരുന്നവർ മാത്രമല്ല, മറ്റു പ്രദേശവാസികൾക്കൊക്കെ തന്നെ അവിടെ ഗുരുതരമായി പരിക്കേൽക്കുക അല്ലെങ്കിൽ ജീവന് തന്നെ നഷ്ടം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്തരത്തിൽ 24 പേർക്ക് കൂടി അവരുടെ മരണം സ്ഥിരീകരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോയത്. പലരെയും ഇപ്പോഴും കണ്ടെത്താനുണ്ട് എന്നാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ നടക്കുന്ന നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ പ്രദേശത്ത് തെരച്ചിൽ നടക്കുകയാണ്. കാരണം അതൊരു ജനവാസ മേഖലയാണ്, വിമാനത്താവളത്തോട് ചേർന്നെടുക്കുന്ന പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആളുകളെ കണ്ടെത്താനുണ്ടെന്ന ബന്ധുക്കളുടെയൊക്കെ തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷേ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും 265 പേരുടെ മരണം ആണ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആര്യ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വന്നു വരികയാണെങ്കിൽ ഇന്നത്തെ ഒരു പകൽ ഏതായാലും നിർണായകമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ അന്വേഷണം വ്യോമയാന മന്ത്രാലയം അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് വ്യോമയാന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ അഹമ്മദാബാദിലെത്തി പരിശോധന നടത്തിയിരുന്നു. DGCയെയും പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോയിങ് അധികൃതരും ഈ പരിശോധനയുടെ ഭാഗമാകും, പരിശോധനയുമായി സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന കാരണം ആണ് ഇനി അറിയേണ്ടത്. അതാണ് ഏറ്റവും പുറത്തു വരേണ്ടത്. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. അത് തീർച്ചയായും ഈ അന്വേഷണത്തിൽ നിർണായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബ്ലാക്ക് ബോക്സിലാണ് ഇത്തരത്തിൽ അവസാനം നൽകിയിട്ടുള്ള പൈലറ്റ് അടക്കമുള്ളവർ എന്തൊക്കെ കമാൻഡുകൾ നൽകിയിട്ടുണ്ട്, എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കുക. അപ്പോൾ എന്താണ് ഈ അപകടത്തിലേക്ക് നയിക്കുക എന്ന കാര്യത്തിൽ ബ്ലാക്ക് ബോക്സ് തീർച്ചയായും നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ പരിശോധനയൊക്കെ തന്നെ നടന്നു വരാൻ അല്ലെങ്കിൽ പൂർത്തിയാകാൻ ഏതാണ്ട് ഒരാഴ്ചയിലധികം സമയമെടുക്കും. പക്ഷേ പ്രാഥമികമായി ഒരു നിഗമനത്തിലേക്ക് വരും മണിക്കൂറുകളിൽ തന്നെ വ്യോമയാന മന്ത്രാലയം അടക്കമുള്ളവർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഇന്നലെ പുറത്തു വന്നിരുന്ന അല്ലെങ്കിൽ പ്രാഥമികമായി പുറത്തു വന്ന വിവരമനുസരിച്ച് എഞ്ചിൻ തകരാറാണ് ഈ അപകടത്തിലേക്ക് നയിച്ചെന്ന വിവരങ്ങൾ വന്നിരുന്നു. അതിനുശേഷം പക്ഷികൾ തട്ടിയതാകാം ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചെന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് സ്വാഭാവികമായും വരും മണിക്കൂറുകളിലൊക്കെ തന്നെ വ്യോമയാന മന്ത്രാലയം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കടക്കും. തീർച്ചയായും ഇന്നത്തെ ഒരു ദിവസം നിർണായകമാണ്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിൽ എത്തുന്നുണ്ട്. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ 7 മണിയോടുകൂടി തന്നെ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം അഹമ്മദാബാദിലേക്ക് തിരിക്കും. അതിനുശേഷം അഹമ്മദാബാദിൽ ആശുപത്രിയിൽ എത്തി
അവിടെ സന്ദർശനം നടത്തും. അതിനുശേഷം ഈ അപകട സ്ഥലവും പ്രധാനമന്ത്രി സന്ദർശിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഇന്നലെ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. കേന്ദ്ര വ്യോമയാന മന്ത്രി എത്തിയിരുന്നു. അവരൊക്കെ തന്നെ ഈ സ്ഥലത്ത് എത്തുകയും ഒക്കെ തന്നെ സാഹചര്യം അടക്കം വിലയിരുത്തുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ അമിത്ഷാ അടക്കമുള്ളവർ ഇന്നലെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ലണ്ടനിലേക്ക് യാത്ര പുറപ്പെട്ട വിമാനം ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്ധനം വലിയ തോതിൽ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കിയത്. ഏതാണ്ട് 1,00,000 ലിറ്ററിലധികം 1.25 ലക്ഷം ലിറ്ററിലധികം ഇന്ധനം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അത് തീർച്ചയായും ഈ അപകടത്തിൻ്റെ വ്യാപ്തി അടക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഒക്കെ തന്നെ ഇനി വരും മണിക്കൂറുകളിൽ പരിശോധനയ്ക്ക് വിധേയമാകും. ഏതായാലും അന്വേഷണ സംഘങ്ങൾ ഇന്നലെ തന്നെ അവിടെ എത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും DNA പരിശോധന അടക്കം ഇനി നടക്കേണ്ടതുണ്ട്. ഇന്നത്തെ ദിവസം അത്തരം കാര്യത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിന്നെ കാരണം പല മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞ നിലയിൽ ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇവരെയൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ DNA പരിശോധന അടക്കം നടക്കേണ്ടതുണ്ട്. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഇതിനോടകം തന്നെ അഹമ്മദാബാദിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എയർ ഇന്ത്യ അടക്കമുള്ളവർ പ്രത്യേക വിമാനങ്ങൾ ഇതിനായി സജ്ജമാക്കുകയും ചെയ്തിരുന്നു. അല്ലാതെയും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അഹമ്മദാബാദിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് DNA പരിശോധന അടക്കമുള്ള അത് പൂർത്തിയാകാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് അധികൃതർ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയും ചെയ്യുന്നത്. രാകേഷ്, മാത്രമല്ല നമുക്കറിയാം ഇതിപ്പോൾ ഔദ്യോഗികമായി ഈ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ അതിൻ്റെ ഒരു കണക്കനുസരിച്ചാണ് നമ്മൾ 265 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നത്. അതിനപ്പുറം രാകേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ആ പ്രദേശത്ത് തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വിമാന യാത്രക്കാർക്ക് അപ്പുറം ഈ പ്രദേശവാസികൾ മരിച്ചു എന്നതാണ് ഈ വിമാന ദുരന്തത്തിൻ്റെ വ്യാപ്തി അത്രത്തോളം കൂട്ടുന്നത്. ഈ പ്രദേശവാസികളുടെ മരണസംഖ്യ അത് ഇനിയും ഉയർന്നേക്കാം, ഇനിയും പലരെയും കണ്ടെത്താനുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണോ അധികൃതർ ഉള്ളത്? അതെ ആര്യ, അത്തരം വിവരങ്ങൾ തന്നെയാണ് നാട്ടുകാർ അടക്കമുള്ളവർ നൽകുന്നത്. കാരണം 242 പേരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ 241 പേരും മരിച്ചു. ഒരാൾ മാത്രമാണ് ഇപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അദ്ദേഹമാകട്ടെ എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടുകയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സീറ്റ് നമ്പർ 11A ആയിരുന്നു. അതൊഴികെ മറ്റെല്ലാവരും തന്നെ ഇത്തരത്തിൽ ഈ അപകടത്തിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ പിന്നെയും ഇപ്പോഴും മരണസംഖ്യ ഉയരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതൊരു ജനവാസ മേഖലയിലാണ് ഈ അപകടം നടന്നതെന്നുള്ളതാണ്. കാരണം ഇന്നലെ തന്നെ അത് BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലാണ് ആ വിമാനം ചെന്ന് പതിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം അവിടെ 1:39 എന്ന് പറയുന്ന സമയത്താണ് ഈ അപകടം നടക്കുന്നത്. സ്വാഭാവികമായി ഉച്ച സമയമാണ്. ഉച്ച സമയത്ത് നിരവധി പേർ, പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്ന സമയമായിരുന്നു. ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ കാണാം, പ്ലേറ്റുകൾ കാണാം. അപ്പോൾ സ്വാഭാവികമായി അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ നിരവധി പേർക്ക് അവിടെ പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പലരുടെയും നില ഗുരുതരമാണ്. മാത്രവുമല്ല ഇതിനുശേഷം തീ ആളിപ്പടർന്നിട്ടുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ കെട്ടിടങ്ങൾ, ഏതാണ്ട് 3-4 വലിയ കെട്ടിടങ്ങൾക്ക് തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, പുകയുയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അത്തരത്തിൽ മരണസംഖ്യ ഉണ്ടായിട്ടുണ്ടാകാം. ഇതിനുശേഷം ഈ പ്രദേശത്താകമാനം വിമാനം തകർന്നു വീണ് തീ പിടിച്ചിരുന്നു. അത് ജനവാസ കേന്ദ്രമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആളുകൾ കൊല്ലപ്പെടാനുള്ള, മരിക്കാനിടയായ സാഹചര്യമുണ്ട്. അതാണ് ഈ മരണസംഖ്യ ഇപ്പോൾ 265 എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും നിലവിലെ സാഹചര്യം വെച്ച് അത് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അനൗദ്യോഗികമായി തന്നെ പുറത്തു വരുന്ന ചില ഗുജറാത്ത് മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് 294 പേർ മരിച്ചു എന്നാണ്. പക്ഷേ അക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. 265 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. അതാണ് തീർച്ചയായും ആശങ്കയ്ക്ക് വക നൽകുകയും ചെയ്യുന്നത്, ആശങ്കയ്ക്ക് ഇടയാക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവർക്കായുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. കാരണം പലരുടെയും ബന്ധുക്കളുടെ പരാതികളുണ്ട്. കുടുംബാംഗങ്ങളെ കാണാനില്ല, ബന്ധുക്കളെ കാണാനില്ലെന്ന പരാതിയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ തിരച്ചിൽ ഈ മണിക്കൂറിലും പുലർച്ചെയും നടന്നുകൊണ്ടിരിക്കുകയാണ്, കാലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഈ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നത് തന്നെയാണ് നമ്മളെ എല്ലാം ഏറെ ആശങ്കയിലാഴ്ത്തുന്നത്, ദുഃഖത്തിലാഴ്ത്തുന്നത്. ഇന്നലെ നടന്ന ഈ വിമാന ദുരന്തത്തിൽ 241 വിമാനയാത്രികരാണ് മരിച്ചത്, വിമാനത്തിൽ ഉണ്ടായിരുന്നവരാണ് മരിച്ചത്. അതിനു പുറമെ 24 പ്രദേശവാസികളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ 265 മൃതദേഹങ്ങൾ സിവിൽ ആശുപത്രിയിൽ ഉണ്ട്. പക്ഷേ അതിനപ്പുറം ഈ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ളതാണ്. ഇനിയും പ്രദേശവാസികളെ
കണ്ടെത്താനുണ്ട് എന്ന് അവരുടെ ബന്ധുക്കൾ പലരും പരാതിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ വിമാന ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനം അവശേഷിക്കുകയാണ്. നേരത്തെ രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 294 പേർ ഇതിനോടകം മരിച്ചു എന്നുള്ളൊരു കണക്കൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. രാകേഷ്, ഈ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് അടക്കം ഈ 294 പേർ കൊല്ലപ്പെട്ടു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തേക്ക് എത്തിക്കുന്നത്. അത് സ്ഥിരീകരിക്കാത്ത കണക്കാണ്. പക്ഷേ അവർ പ്രാദേശികമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ 294 പേർ അപകടത്തിൽ മരിച്ചു എന്നുള്ളൊരു കണക്കിലേക്ക് എത്തുന്നത്. അതിൽ 53 പ്രദേശവാസികളുണ്ട് എന്നുള്ള കണക്കൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം, രാജ്യത്തെ മാത്രമല്ല ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു വിമാന ദുരന്തമായി ഇത് മാറുകയാണ്. ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനമാണ്. അതിൽ വിദേശികളടക്കം ധാരാളം പേരുണ്ടായിരുന്നു. ഏകദേശം 70ഓളം വിദേശികളുണ്ടായിരുന്നു അല്ലേ? അതെ ആര്യ, വിദേശികൾ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ അക്കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ്. കാരണം 169 ഇന്ത്യക്കാരുണ്ടായിരുന്നു. ഇതുകൂടാതെ 52 പേർ ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു, 7 പേർ പോർച്ചുഗീസുകാരായിരുന്നു, ഒരു കനേഡിയൻ പൗരനുണ്ടായിരുന്നു. അങ്ങനെ 242 പേരാണ് അതിനകത്തുണ്ടായിരുന്നത്. അത് 230 യാത്രക്കാർ, ഒപ്പം തന്നെ 2 പൈലറ്റുമാർ, മറ്റ് വിമാനത്തിലെ മറ്റ് ജീവനക്കാരടക്കം 242 പേർ. അതിൽ ഒരാൾ മാത്രമാണ് ഈ ദുരന്തത്തിൽ അവശേഷിച്ചത്. അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രിട്ടീഷ് പൗരത്വമുള്ള ഒരു ഇന്ത്യക്കാരനാണ്. അദ്ദേഹം 11A എന്ന് പറയുന്ന സീറ്റ് നമ്പറിലാണ് ഉണ്ടായിരുന്നത്. ആ സീറ്റിൻ്റെ പ്രത്യേകത അത് എമർജൻസി എക്സിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സീറ്റാണ്. അവിടെ നിന്നാണ് അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഈ അപകടത്തിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് വരെ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. ഇപ്പോൾ ഏതായാലും അദ്ദേഹം ചികിത്സയിലാണ്. വിശ്വാസ് കുമാർ രമേശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബ്രിട്ടീഷ് പൗരത്വമുള്ള വ്യക്തിത്വമാണ്. ഇത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ആ അപകടത്തിൽ ആരും അവശേഷിച്ചില്ല. 241 പേരും മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ അപകടം അതിനുശേഷമാണ് ഇതിൻ്റെ മരണസംഖ്യ ഇപ്പോഴും ഉയരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന സാഹചര്യം. പ്രത്യേകിച്ച് ഇന്ത്യ കണ്ട തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നാണിത്. 241 പേർ മരിക്കുന്നു എന്ന് പറയുന്നത് അതീവ ഏറ്റവും ലോകത്തിലെ തന്നെ വലിയ അപകടങ്ങളിലൊന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും മരണസംഖ്യ പിന്നെയും ഉയരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വിമാനം പതിച്ചത് ഒരു ജനവാസ മേഖലയിലായിരുന്നു എന്നതാണ്. കാരണം ഈ വിമാനം പുറപ്പെടുന്നത് 1:38 ഏതാണ്ട് 60 സെക്കൻഡിനകം തന്നെ വിമാനത്തിൻ്റെ അപകടം സംഭവിച്ചിട്ടുണ്ട്. തീ അഗ്നിഗോളമായി മാറിയിട്ടുണ്ട്. പക്ഷേ വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്. നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നാട്ടിലൊക്കെയുള്ള മറ്റ് വിമാനത്താവളങ്ങളും അങ്ങനെ തന്നെയാണ്. ഇതിനോട് ചേർന്ന് നിരവധി കെട്ടിടങ്ങളുണ്ട്, മാളുകളൊക്കെയുള്ള പ്രദേശങ്ങളുണ്ട്. സ്വാഭാവികമായും അത് തന്നെയാണ് അഹമ്മദാബാദിലും ഉണ്ടായിരുന്നത്. കാരണം നിരവധി കെട്ടിടങ്ങൾ, ഫ്ലാറ്റുകളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 3-4 ഫ്ലാറ്റുകൾക്ക് അവിടെ തീ പിടിച്ചിട്ടുണ്ട്. പുക ഉയരുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ ഗുജറാത്ത് മാധ്യമങ്ങളും 294 എന്ന മരണസംഖ്യ പറയുന്നതും അതാണ്. മാത്രവുമല്ല പലരെയും ഈ ഘട്ടത്തിൽ കാണാനുമില്ല. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ 300-നോടടുത്ത് മരണസംഖ്യ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് DNA പരിശോധന അടക്കം അവിടെ ആരംഭിച്ചു എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കാരണം പലരുടെയും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ്. അപ്പോൾ അതൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് ആരാണെന്ന്. അപ്പോൾ ഈ പരിശോധന ആരംഭിച്ചു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ആര്യ, തീർച്ചയായും തകർന്നു വീണത് ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ്. ഇനി ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു? പറന്നുയർന്ന 30 സെക്കൻഡിനുള്ളിലാണ് ഒരു തീഗോളമായി മാറിക്കൊണ്ട് ഈ വിമാനം തകർന്നു വീണത് ആ ജനവാസ മേഖലയിൽ എന്നുള്ളതാണ്. എങ്ങനെ ഈ ദുരന്തം സംഭവിച്ചു എന്നത് തന്നെയാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത്. കാരണം രാകേഷ്, നമുക്കറിയാം ഇത്തരത്തിലൊരു ദുരന്തം അത് എങ്ങനെ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും ഒരു മിസ്റ്ററിയായി തുടരുകയാണ്. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ, ഈ അപകടം സംഭവിച്ചതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, യഥാർത്ഥ ഒരു ചിത്രം വ്യക്തമാകും എന്നത് തീർച്ചയാണ്. പക്ഷേ അതേസമയം അതിനു മുമ്പായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരടക്കം നിരവധി സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ 30 സെക്കൻഡിനുള്ളിലാണ് ഈ അപകടം സംഭവിച്ചത്. ഈ പറന്നുയരാനുള്ള ഒരു ത്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അവസാനമായി പൈലറ്റ് നൽകിയിട്ടുള്ള ഒരു സന്ദേശവും എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 എഞ്ചിനുകളും ഒരേ സമയം തകരാറിലായോ എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ പക്ഷികളിൽ
ഇടിച്ചതാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അത്തരത്തിൽ പല തരത്തിലുള്ള സാധ്യതകളിലേക്കാണ് വിദഗ്ധർ വിരൽ ചൂണ്ടുന്നത്. അതിൽ ഈ അപകടം നടന്നിരിക്കാം, ഇതുകൊണ്ടാകാം എന്നുള്ളതിനൊരു പ്രധാനപ്പെട്ട കാരണം, അങ്ങനെ ഒരു വിലയിരുത്തൽ അതുണ്ടോ വിദഗ്ധർക്ക് മുന്നിൽ? ആര്യ, അങ്ങനെ അത്തരം പല സാധ്യതകൾ അല്ലെങ്കിൽ പല സൂചനകളൊക്കെ തന്നെ ഇന്നലെ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇന്നലെ ഈ അപകടത്തിൽ പെടുമ്പോൾ, അതായത് 1 മിനിറ്റ് ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോഴും ഏതാണ്ട് 600 അടി പൊക്കത്തിലാണ് ഈ വിമാനം പറന്നിരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ പോലും സാധാരണ ഗതിയിൽ 200 അടി പൊക്കം അല്ലെങ്കിൽ 200 മുതൽ 400 അടി പൊക്കത്തിലൊക്കെ ഉയരുമ്പോൾ ഈ വീലുകൾ സാധാരണഗതിയിൽ മുകളിലേക്ക് ഉയർത്തുന്നതാണ് പതിവ്. പക്ഷെ അങ്ങനെയായിരുന്നില്ല. ഈ ചക്രങ്ങൾ താഴ്ന്ന നിലയിൽ തന്നെയാണ് ഇരുന്നിരുന്നത് എന്ന് വിദഗ്ധരൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രവുമല്ല, അതിനുശേഷവും ഇത് ഉയർന്നു പോകാനുള്ള ശ്രമങ്ങൾ നടത്തി, വിമാനം ചില ശ്രമങ്ങൾ നടത്തി ഉയർന്നു പോകാൻ എന്ന സൂചനകൾ നൽകുന്നു. അത് ഈ ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിദഗ്ധരൊക്കെ തന്നെ അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തി.